ശ്രീ എൻ ശ്രീകുമാർ, നോക്കൂ, ഇവിടെ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ പദപ്രയോഗം അതിനെ ന്യായീകരിക്കേണ്ടി വരുന്നു നേതാക്കൾക്ക് എന്നൊരു സാഹചര്യമുണ്ട്. പക്ഷെ താൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്, ഇത് എപ്പോഴാണ് രാഷ്ട്രീയമായി ശരികേടായത് എന്ന ചോദ്യം ഉൾപ്പെടെ മുഖ്യമന്ത്രി ചോദിക്കുന്നുണ്ട്. ആട്ടെ, പക്ഷേ ഇതാണോ ഈ തെരഞ്ഞെടുപ്പിലെ പ്രധാനപ്പെട്ട വിഷയം എന്നൊരു ചോദ്യമില്ലേ? പ്രതിപക്ഷം കഴിഞ്ഞ 10 വർഷത്തെ സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ ഓഡിറ്റ് ചെയ്യുന്ന തരത്തിലുള്ള സമീപനമാണ് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ എടുത്തുകൊണ്ടിരുന്നത്. ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും മൂർധന്യ അവസ്ഥയിലെത്തുമ്പോൾ അതൊക്കെ വിട്ട് ഡീൽ ആരോപണത്തിലും ഈ രാഷ്ട്രീയ ശരിയേടുള്ള വാക്കുകളിലും കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് പ്രതിപക്ഷത്തിന്? നോക്കൂ ശ്രീമതി രേണുക, 10 വർഷം ഭരിച്ച ഒരു ഗവൺമെന്റിന്റെ ക്യാപ്റ്റൻ എന്ന് സി പി എം വിശേഷിപ്പിക്കുന്ന ശ്രീ പിണറായി വിജയന് എന്തുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രകോപിതനാകേണ്ടി വരുന്നത്? ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ ശരാശരി നിലവാരത്തിൽ നിന്നും പെട്ടെന്ന് മാറുമ്പോഴാണല്ലോ പ്രകോപനപരമായ ചീത്ത വാക്കുകൾ വായിൽ നിന്ന് വരുന്നത്. ശ്രീ ജി സുധാകരനെ പാർട്ടിയിൽ നിന്നും മാറ്റി നിർത്തിയ ശേഷം, അല്ലെങ്കിൽ അദ്ദേഹം സ്വയം ഒഴിവായ ശേഷം, സുധാകരന്റെ നിലപാടുകൾക്ക് മറുപടി പറയേണ്ടതിന് പകരം ചെറ്റത്തരം എന്ന് വാക്ക് ഉപയോഗിക്കുന്നത് അത് അറിഞ്ഞുകൊണ്ടാണ് എന്ന് എല്ലാവർക്കും അറിയാം. അങ്ങനെ അറിഞ്ഞുകൊണ്ട് 10-60 വർഷം കൂടെ നടന്ന ഒരു വലിയ സഖാവിനെ വിശേഷിപ്പിക്കുമ്പോൾ അത് പ്രകോപിതമാണ്. അദ്ദേഹം പ്രകോപനത്തിന്റെ ഒരു കെണിയിൽ വീണിരിക്കുന്നു എന്നുള്ളതാണ് മുഖ്യമന്ത്രി. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത് രാഷ്ട്രീയ കാലാവസ്ഥയുടെ വ്യതിയാനം മൂലമാണ്. UDF അനുകൂലമായ ഒരു അന്തരീക്ഷം സംസ്ഥാനത്ത് കഴിഞ്ഞ 48 മണിക്കൂറിൽ എന്തുകൊണ്ടുണ്ടായി എന്നൊരു ചോദ്യം ഇവിടെ വളരെ പ്രസക്തമാണ്. രാഷ്ട്രീയ സാഹചര്യം അനുകൂലമാകുന്നതും പ്രതികൂലമാകുന്നതും ഓരോ ദിവസത്തെ ചില സംഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. അതാദ്യം തെരഞ്ഞെടുപ്പിന് ദിവസം തന്നെ സ്വന്തം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച LDF-ഉം പിറ്റേന്ന് സുധാകരൻ വിഷയത്തിൽ UDF-ഉം ഒക്കെ വലിയ പ്രതിസന്ധിയിലായി. പക്ഷെ അതിനുശേഷം എല്ലാം പരിഹരിച്ച് UDF പെട്ടെന്ന് ശുഭാപ്തി വിശ്വാസം വീണ്ടെടുത്തതിന്റെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഉണ്ടായ മനോവിഷമം ഒരുപക്ഷെ CPM നേതാക്കൾക്ക് ഉണ്ടായിരിക്കാം. അതുകൊണ്ടാണ് മുഖ്യമന്ത്രി ചെറ്റത്തരം എന്ന വാക്കും മുൻ മന്ത്രി തോമസ് ഐസക് കോമാളി എന്ന വാക്കും ഒക്കെ ഉപയോഗിക്കുന്നത്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കൂ, കേരളത്തിലെ മുതിർന്ന നേതാക്കളിൽ ഇത്തരം വാക്കുകൾ ഉപയോഗിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് നേതാക്കളിൽ നിന്നാണ്, കോൺഗ്രസ് നേതാക്കളിൽ നിന്നല്ല. വളരെ അപൂർവമായിട്ടുള്ള പ്രസംഗ വേദികളിൽ കേൾക്കാമെങ്കിലും പത്രസമ്മേളനങ്ങൾ ആലോചിച്ചുറപ്പിച്ച് പറയുന്ന ചില കാര്യങ്ങളിലൊന്നും ഇത്തരത്തിൽ വാക്കുകൾ കടന്നു വരാറില്ല. പ്രത്യേകിച്ച് കോൺഗ്രസ് നേതാക്കൾ ഇപ്പൊ AK ആന്റണി ആണെങ്കിലും രമേശ് ചെന്നിത്തല ആണെങ്കിലും ശശി തരൂരാണെങ്കിലും VD സതീശനാണെങ്കിലും ഒക്കെ നിങ്ങളൊക്കെ അവരുടെ ഭാഷകൾ ശ്രദ്ധിച്ചു നോക്കിക്കോളൂ. നിങ്ങൾക്ക് ഇത്തരത്തിലൊരു ഭാഷ അവരിൽ നിന്ന് കിട്ടാൻ വഴിയില്ല. പ്രസംഗപീഠത്തിൽ ഒരു പക്ഷേ ചിലരൊക്കെ ഈ പ്രയോഗം നടത്തിയിട്ടുണ്ടാകില്ലെന്ന് പറയുന്നില്ല. പക്ഷെ ഇത് പ്രസംഗത്തിലും അല്ലാത്തപ്പോഴും ഒക്കെ ഇങ്ങനെ പ്രതികരിക്കുന്നെങ്കിൽ അതിന്റെ അർത്ഥം അവർക്ക് കൃത്യമായ മറുപടി പറയാനില്ലാത്തതുകൊണ്ടാണ്. ഇവിടെ വേറൊരു വിഷയം രേണുക ചോദിച്ചല്ലോ, ഇതൊക്കെ എന്തിനാ വിഷയമാക്കുന്നത്? ജനങ്ങളുടെ മുമ്പിൽ ഇതൊരു വിഷയങ്ങളല്ല. ജനങ്ങൾ ഇത് ചർച്ച ചെയ്ത് കഷ്ടം എന്ന് പറയുന്നതേ ഉള്ളൂ. ജനങ്ങളുടെ മുമ്പിലുള്ള വിഷയം എന്താണെന്ന് വെച്ചാൽ അവരനുഭവിക്കുന്ന നിത്യജീവിതത്തിൽ അനുഭവിക്കുന്ന ഇന്നത്തെ ഗ്യാസ് സിലിണ്ടർ പ്രശ്നം, അതുപോലെ തൊഴിലില്ലായ്മ പ്രശ്നം, PSC ജോലി കിട്ടാത്ത പ്രശ്നം, ആശുപത്രികളിലെ ദുരന്ത പ്രശ്നം, ക്ഷേമ പെൻഷൻ കൃത്യമായി കിട്ടാത്ത പ്രശ്നം, ശമ്പളത്തിന്റെ ആനുപാതികമായി കിട്ടേണ്ട DR കിട്ടാത്ത വിഷയം, അങ്ങനെ ഒരുപാട് വിഷയങ്ങളുണ്ട്, ജനകീയ വിഷയങ്ങള്. അതാണ് ജനങ്ങളുടെ മനസ്സിലത് മാത്രമേ ഉള്ളൂ. പക്ഷെ മാധ്യമങ്ങളാണ് ഇതൊക്കെ ചർച്ച ചെയ്യുന്നത്. ഇപ്പൊ ഡീല്, ഏത് വീട്ടിലാണ് ഡീല് ചർച്ച ചെയ്യുന്നത്? ഒരു വീട്ടിലും ഡീല് ചർച്ച ചെയ്യില്ല. ഡീൽ എന്ന് പറയുന്നത് ഒരു വർത്തമാനകാല രാഷ്ട്രീയത്തിലെ ഒരു ദിവസത്തിൽ ഉണ്ടാകാവുന്ന ഒരു രാഷ്ട്രീയ സംഭവവികാസത്തെ ഭരണ പ്രതിപക്ഷങ്ങൾ തർക്കമാക്കുന്നു എന്നുള്ളതാണ്. അത് 2 ദിവസം കഴിഞ്ഞാൽ അതങ്ങ് കഴിയും. 2 ദിവസം കഴിഞ്ഞിട്ട് പക്ഷേ അത് കഴിയുന്നില്ലല്ലോ. ഇന്ന് കൂടുതൽ മണ്ഡലങ്ങളുടെ പേര് പറഞ്ഞുകൊണ്ട് VD സതീശൻ രംഗത്ത് വരുന്നതാണ് നമ്മൾ കണ്ടത്. താങ്കൾ തന്നെ സൂചിപ്പിക്കുന്നു, ആരാണ്, ഏത് സാധാരണക്കാരാണ് ഈ തരത്തിലുള്ള വിഷയങ്ങളെ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ വോട്ട് രേഖപ്പെടുത്തുന്നതിന് ഇതിനെ മാനദണ്ഡമാക്കുക എന്ന് താങ്കൾ തന്നെ സൂചിപ്പിക്കുന്നു. അപ്പോൾ ജനങ്ങളുടെ പ്രശ്നം, ജനങ്ങൾ നേരിട്ട ബുദ്ധിമുട്ട് എന്താണോ, ജനങ്ങൾ കണക്കിലെടുക്കുന്ന വിഷയങ്ങൾ, അവയിലേക്കാണല്ലോ പ്രചരണം കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. പ്രതിപക്ഷം അതിലാണല്ലോ ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ ആരാണ് ഈ ഡീൽ വിവാദം കൊണ്ടുവരുന്നത്? അതൊരു അജണ്ടയായി സെറ്റ് ചെയ്യുന്നത് ആരാണ്? പ്രതിപക്ഷ നേതാവാണ്. അതിനെ പിന്തുടർന്ന് മറ്റു നേതാക്കൾ രംഗത്ത് വരികയും CPM അതിന് മറുപടി പറയേണ്ടി വരികയും ചെയ്യുകയായിരുന്നല്ലോ. ഇതിപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞു പോയൊരു പരാമർശം വീണ്ടും വീണ്ടും ആയുധമാക്കുന്നത് ആരാണ്? അത് പ്രതിപക്ഷമാണ്. ഇന്ന് KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ളവരാണ് മുഖ്യമന്ത്രിക്കെതിരെ സമനില തെറ്റി എന്നതുൾപ്പെടെയുള്ള ആരോപണങ്ങളുമായി രംഗത്ത് വരുന്നത്. ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരുപാട് വിഷയങ്ങൾ ചർച്ചയാകും. തെരഞ്ഞെടുപ്പ് കാലത്ത് അതിലെ രാഷ്ട്രീയ വിഷയങ്ങളുണ്ട്, ജനകീയ പ്രശ്നങ്ങളുണ്ട്, പ്രതിപക്ഷം മുൻപ് ആരോപിച്ച ആരോപണങ്ങളുണ്ട്.
പ്രതിപക്ഷത്തെ കടന്നാക്രമിക്കാൻ ഗവൺമെന്റിന്റെ കയ്യിലുള്ള PR ആയുധങ്ങളുമുണ്ട്. അതിന്റെയൊക്കെ ഭാഗമായിട്ട് വരുന്ന ചർച്ചകളേ ഉള്ളൂ. അതല്ല, അത് ഓരോ ദിവസവും വിഷയം മാറിക്കൊണ്ടിരിക്കും. നാളെ പത്രികാ സമർപ്പണം പിൻവലിക്കാനുള്ള ഡേറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ അന്തരീക്ഷം ക്ലിയർ ആവുമ്പോൾ നിങ്ങൾ കാണുന്ന ഈ വിഷയങ്ങളൊന്നും ആവില്ല. വലിയ തരത്തിലുള്ള ജനകീയ വിഷയങ്ങളാണെങ്കിൽ ചർച്ച ചെയ്യപ്പെടുക. ഇവിടെ ശ്രീമതി രേണുക കാണേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയാമോ? മുഖ്യമന്ത്രി ഇങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ നമ്മുടെ CPM-ന്റെ പുരോഗമനച്ചുക്കൾ എന്ന് കരുതുന്ന ഒരു വിഭാഗമുണ്ട്. അവര് ഫേസ്ബുക്കിൽ കിടന്നിങ്ങനെ എല്ലാ കാര്യത്തിലും പിണറായി വിജയനെ ന്യായീകരിക്കുകയാണ്. നമ്മുടെ സാഹിത്യകാരന്മാരായ സുഹൃത്തുക്കൾ, എന്റെ അടുത്ത സുഹൃത്തുക്കൾ ഉൾപ്പെടെ. ഇപ്പൊ ഇന്ന് തന്നെ ഇന്നലത്തെ ആ ഒരു വിഷയം ഞാൻ പറയാം. ഒരു പ്രസംഗവേദിയില് ഔചിത്യമില്ലാന്ന് തന്നെ പറയാം. ഒരു പ്രവർത്തകനാണ് പറയുന്നത്, എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട്. ഇത് LDF കൺവെൻഷനിലാണ്, അല്ലാണ്ട് വേറൊരു കൺവെൻഷനല്ല. LDF കൺവെൻഷനിൽ അവർ വരുന്നത് CPM പ്രവർത്തകരാണ്. അതിലൊരാള് എന്തോ ഏതെങ്കിലും ആകട്ടെ ആ സമയത്ത് അദ്ദേഹം ഒരു ചോദ്യം ചോദിക്കാനുണ്ടെന്ന് പറയുന്നത്. അപ്പോൾ അത് നിങ്ങളിപ്പോൾ മിണ്ടാതിരിക്കും, നമുക്ക് പിന്നെ ചോദിക്കാമെന്ന് പറയേണ്ടതിന് പകരം വീട്ടിൽ പോയി ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? ആ വീടിനെ അപമാനിക്കുന്നു, ആ മനുഷ്യനെ ഒരുപാട് അപമാനങ്ങൾ അതിൽ നേരിടേണ്ടി വരുന്നുണ്ട്. ആരാണിത്? പാർട്ടി പ്രവർത്തകനാണ്, വോട്ട് ചെയ്യേണ്ടവനാണ്, വോട്ട് സമാഹരിക്കാൻ. അതൊരു കൺവെൻഷൻ ആണല്ലോ. അങ്ങനെ ഒരു പൊതുസമ്മേളനത്തിൽ ചോദ്യങ്ങൾക്ക് മറുപടി പറയാറുണ്ടോ സാധാരണ നിലയിൽ നേതാക്കൾ? അത് അങ്ങനെയുള്ളൊരു വേദി അല്ല എന്നറിയാം. മുഖ്യമന്ത്രി സംസാരിച്ചു തുടങ്ങുന്നു, വേദിയിലിരുന്ന ആ വ്യക്തി തന്നെ ആവർത്തിച്ച് പിന്നീട് ഇപ്പോൾ മാധ്യമങ്ങളോടെല്ലാം പറയുന്നു താൻ അനവസരത്തിലാണ് ആ ചോദ്യം ചോദിച്ചത്, എന്റെ തെറ്റാണ് എന്ന് ആവർത്തിച്ച് പറയുന്നത് നമുക്ക് കേൾക്കാം. അപ്പോൾ അദ്ദേഹത്തിന് പരാതിയില്ല, പക്ഷേ ഈ രീതിയിലാണോ സംസാരിക്കേണ്ടത് എന്നൊരു ഒരു കാര്യം അവിടെ ഉണ്ട്. പക്ഷെ ഇതൊക്കെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ പ്രചരണം മുന്നോട്ട് പോകുന്നത്. നിങ്ങളെ സംബന്ധിച്ച് ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന വിഷയങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണല്ലോ പ്രധാന പ്രയോറിറ്റിയായി നിൽക്കേണ്ടത്. ആ രീതിയിലായിരുന്നു പ്രതിപക്ഷ നേതാവ് ആദ്യം മാധ്യമങ്ങളെ കാണുമ്പോൾ സംസാരിച്ചിരുന്നത്. പക്ഷെ പ്രചരണം മുന്നോട്ട് പോകുമ്പോൾ അതല്ല, അത് ആത്മവിശ്വാസക്കുറവാണോ എന്നൊരു സംശയം മറ്റുള്ളവരിൽ ഉണ്ടാക്കും. ഡീൽ എന്തുകൊണ്ട് വരുന്നു? പാലക്കാട് ജയിക്കില്ല എന്നതുകൊണ്ട്. ഡീൽ എന്തുകൊണ്ട് ആവർത്തിച്ച് പറയുന്നു? സംസ്ഥാനത്ത് 10 ഇടങ്ങളിലുണ്ടെന്ന് പറയുന്നു. അത് 100 തേക്കാനാവില്ല അല്ലെങ്കിൽ ജയിക്കാനാവില്ല എന്ന ആത്മവിശ്വാസക്കുറവിൽ നിന്നാണെന്ന് സംശയം വരും. നോക്കൂ രേണുക, അതായത് നിങ്ങൾ രാഷ്ട്രീയം കൃത്യമായിട്ട് അറിയുന്ന അല്ലെങ്കിൽ അത് കൃത്യമായിട്ട് പിന്തുടരുന്ന ഒരാളാണല്ലോ. അതായത് ഒരു രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് ഗോതയില് ഭരണപക്ഷവും പ്രതിപക്ഷവും പരസ്പരം ആരോപണം ഉന്നയിക്കുമ്പോൾ അത് കൊണ്ടും കൊടുത്തും വേണം മുന്നോട്ട് പോകാൻ. അല്ലെങ്കിൽ പ്രവർത്തകരുടെ ആത്മവിശ്വാസം നഷ്ടപ്പെടും. ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ 2 ദിവസമായിട്ട് UDF-ന് ആത്മവിശ്വാസം ഏറാനുള്ള കാരണം എന്താണ്? ഈ വക മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായ ചില പ്രശ്നങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു വന്നത്. അങ്ങനെ ഒരു വിഷയം അവിടെ വരുന്നത് സാധാരണ ഇതിൽ ചോദിക്കാൻ പാടില്ലെന്ന് ആദ്യം പറഞ്ഞിട്ടാണ് ഞാൻ പറഞ്ഞത്. പൊതുയോഗത്തിന് ചോദിക്കാൻ പാടില്ല. പക്ഷെ അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ തന്നെ അതിന്റെ മറുപടി ഇങ്ങനെയല്ല വേണ്ടത്. ഞാൻ പറഞ്ഞത് അതിന് ശേഷമുള്ള കാര്യങ്ങൾ, ആ വിഷയം അവിടെ നിൽക്കട്ടെ. പൊതുയോഗത്തിലെ ചർച്ചയാക്കേണ്ട അത് ഓരോ നേതാക്കളുടെ ഒരു മാനസികാവസ്ഥയൊക്കെ അതിൽ പ്രശ്നമാണ്. നേരെ മറിച്ച് ആ പ്രസംഗ പീഠത്തിൽ ഉണ്ടാകാവുന്ന ചില പ്രശ്നങ്ങൾ, ഇപ്പൊ ഗോവിന്ദ മാഷ് ഒരു മൈക്കുകാരൻ പോയിട്ട് മൈക്കിനടുത്ത് നിന്ന് സംസാരിക്കാൻ പറയുമ്പോൾ താമ്പോടു എന്ന് പറയുന്ന ഒരു അവസ്ഥയൊക്കെ നമ്മൾ കണ്ടതല്ലേ. അപ്പൊ അതല്ല ചർച്ച. അതിനുശേഷം ചില പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളാണ് ഞാൻ പറയുന്നത്. കേൾക്കുന്നുണ്ടോ? കേൾക്കാം. അതായത് ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ അതിനുശേഷമുള്ള ചില പ്രശ്നങ്ങളാണ്. അപ്പൊ അത് മുഖ്യമന്ത്രി വരെ അനുകൂലിച്ചുകൊണ്ട് മുഖ്യമന്ത്രി ആ സമയത്ത് അങ്ങനെ പറഞ്ഞു. പക്ഷെ ആ ചോദ്യം അങ്ങനെ ചോദിക്കാൻ പാടില്ലായിരുന്നു. പിന്നെ പറയണേ, എന്നാ മുഖ്യമന്ത്രിയും അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. ഇങ്ങനെയൊക്കെ ഉരുട്ടിപ്പരട്ടി സൂചിപ്പിച്ച് നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഒപ്പമുള്ള ചില പുരോഗമന സ്വഭാവമുള്ളവർ ഫേസ്ബുക്കിലൊക്കെ എഴുതുകയാണ്. നേരെ മറിച്ച് മുഖ്യമന്ത്രി ചെയ്ത് തെറ്റാണ്, അല്ലെങ്കിൽ ആ പൊതുയോഗത്തിൽ ഒരാളൊരു സാധാരണക്കാരനെ വിമർശിക്കുന്നതിൽ അർത്ഥമില്ലല്ലോ. അപ്പൊ മുഖ്യമന്ത്രി ആ ചെയ്തത് തെറ്റാണ്. പണ്ട് ഇതുപോലെ പൊതുയോഗത്തിൽ ഉമ്മൻചാണ്ടി ഇതുപോലെ ഒരു മദ്യഷാപ്പ് പൂട്ടുന്നതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഇങ്ങനൊരു ചോദ്യം ഉയർന്നു. ആ ചോദ്യം വരുമ്പോൾ ഉമ്മൻചാണ്ടി ഇങ്ങനെയാണ് പ്രതികരിച്ചത്. അത് ആ രീതിയിൽ അങ്ങ് പ്രതികരിച്ച് പോരായിരുന്നോ? പ്രവർത്തിക്കുന്ന പ്രവർത്തകനല്ലേ ചോദിച്ചത് എന്നൊക്കെ പറയുന്നതിന് പകരം മുഖ്യമന്ത്രി സുഖിപ്പിക്കുകയാണ്. മുഖ്യമന്ത്രി ഇത് ശരിയാണെന്ന് പറയാണ്. അങ്ങനെ തെറ്റിനെ രാജാവ് നഗ്നനാണെന്ന് വിളിച്ചു പറയാൻ ആളില്ല CPM-ല്. അതിന്റെ ദുരന്തമാണ് അവരനുഭവിക്കുന്നത്. രേണുകയുടെ ഒരുപക്ഷെ മാധ്യമ ജീവിതത്തിലെ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ CPM-ലെ പ്രമുഖ നേതാക്കൾ കൂട്ടത്തോടെ CPM വിടുന്നത് കണ്ടിട്ടുണ്ടോ? എന്തുകൊണ്ടാണ്? തുടർഭരണം ഉണ്ടെങ്കിൽ എല്ലാവരും ഇവിടെ നിൽക്കില്ലേ? അപ്പൊ തുടർഭരണം ഉണ്ടാകില്ലെന്ന് അവരും കൃത്യമായിട്ട് അളക്കുന്നത് മാത്രമല്ല, തുടർഭരണം ഈ പാർട്ടിയെ നശിപ്പിക്കും എന്ന് പറഞ്ഞത് അവർക്കൊപ്പമുള്ള സഹയാത്രികരല്ലേ? KH സച്ചിദാനന്ദ മാഷ് ഉൾപ്പെടെയുള്ള സാറാ ജോസഫ് ടീച്ചറെ ഒക്കെ അല്ലേ പറഞ്ഞത്? എന്താ പറയാൻ കാരണം എന്താ? മാർക്സിസ്റ്റ് പാർട്ടി ഇങ്ങനെ ജീർണതയിലേക്ക് പോകുന്നത് ഈ ഭരണസുഖത്തിലിരിക്കുന്നതുകൊണ്ടാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് VD സതീശൻ പറഞ്ഞത് ശരിയാണ്. ഡീൽ എന്ന് പറഞ്ഞത് ഡീൽ ഒരു പുതിയ കാര്യമല്ല.
ഡീൽ ഇതിനു മുമ്പ് CPM ചെയ്തിട്ടുണ്ട്, കോൺഗ്രസും ചെയ്തിട്ടുണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റില്ല, രാഷ്ട്രീയമാണ്. പക്ഷെ ഒരു ഡീൽ ഉണ്ടാകുമ്പോൾ അത് തുറന്ന് കാണിക്കണം. അതിപ്പോ കോൺഗ്രസ് തുറന്ന് കാണിച്ചു, നാളെ കോൺഗ്രസ് ഡീൽ ഉണ്ടാക്കാതെ CPM തുറന്ന് കാണിക്കാം, അല്ലെ BJPക്ക് തുറന്ന് കാണിക്കാം, അതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ അവിടെ ജനകീയ വിഷയങ്ങൾ അതുകൊണ്ട് മാറിപ്പോകുന്നില്ല. ജനകീയ വിഷയങ്ങൾക്കൊപ്പം തന്നെ ഇത്തരം രാഷ്ട്രീയ വിഷയങ്ങളും തെരഞ്ഞെടുപ്പ് കാലത്ത് ചർച്ച ചെയ്യണം. ചർച്ച ചെയ്തില്ലെങ്കിൽ രാഷ്ട്രീയമായിട്ട് ചിലപ്പോൾ ഒറ്റപ്പെട്ടു പോകും. ഇപ്പൊ ഇവിടെ ഡീലിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ സുന്ദരയ്യയുടെ വിഷയം വരെ വന്നു. P. സുന്ദരയ്യ എന്തുകൊണ്ടാണ് 77-കളിൽ രാജിവെച്ചത് പാർട്ടി പോളിറ്റ് ബ്യൂറോ അംഗത്വം, കേന്ദ്ര കമ്മിറ്റി അംഗത്വം എന്നൊരു ചോദ്യം വരുന്നുണ്ട്. കാരണം അന്ന് BJPയുടെ ചെലവിൽ BJP CPM ധാരണ ഉണ്ടാക്കാൻ ശ്രമിച്ചപ്പോൾ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം രാജിവെച്ച സുന്ദരയ്യ. ആ കത്തിപ്പോഴും കിടപ്പുണ്ടല്ലോ, സോഷ്യൽ മീഡിയ കിടപ്പുണ്ടല്ലോ. അപ്പൊ അതൊക്കെ ചർച്ചയാവും. പക്ഷെ അതുകൊണ്ടൊന്നും ജനകീയ വിഷയങ്ങൾ പോവില്ല. UDFന് ആത്മവിശ്വാസം വരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ജനങ്ങൾ ചില സർവേകളിൽ VD സതീശന്റെ നിലപാടുകൾക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്നു. ഈ ഗവൺമെന്റ് ഒന്ന് മാറണം, ഒരു പുതിയ ശൈലി, പുതിയ മുഖം വരണമെന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ടാണ്. അതിൽ യാതൊരു മാറ്റം ഉണ്ടാവില്ല. പക്ഷെ ഒപ്പം ഇതൊക്കെ ചർച്ച ചെയ്തു പോകും. ശരി, ഇതൊക്കെയും ചർച്ച ചെയ്യേണ്ടുന്ന വിഷയങ്ങൾ എന്നതാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.